ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്രകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എവിടെ സ്റ്റേ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. കാടിൻ്റെയും തേയിലത്തോട്ടങ്ങളുടെയൊക്കെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്കൊരു ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റും. അതും വളരെ നിരക്ക് കുറഞ്ഞ 499 രൂപയ്ക്ക് 4 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാട്ടിനകത്ത് ഒരു സ്റ്റേയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ട്രിവാൻഡ്രത്താണ്. പക്ഷേ നമ്മളിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരപ്പള്ളിയിൽ നിന്ന് മലക്കപ്പാറ പോകുന്ന റൂട്ടിലാണ്. മലക്കപ്പാറയിലാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റേ വരുന്നത്. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു സ്റ്റേ വരുന്നത്. അത് വെറും 499 രൂപയ്ക്ക് ഇപ്പോൾ ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ 4 പേർക്ക് ഈസി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് നമ്മുടെ അതിരപ്പള്ളി ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവുന്നത്. മലക്കപ്പാറയിലേക്കുള്ള ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ രാവിലെ പുലർച്ചെ തന്നെ 6 മണിക്ക് തന്നെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാടിൻ്റെ ഭംഗിയും അതേപോലെ തന്നെ വന്യമൃഗങ്ങളെയും ഒക്കെ കണ്ടും ആസ്വദിച്ചും നമുക്ക് യാത്ര പോകാനാവും. മലക്കപ്പാറയിൽ നമുക്ക് എത്താനാവും. മലക്കപ്പാറ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്റ്റേ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേയിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റുകളൊക്കെ ഇടാനും മറക്കരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിലാണ് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു ഒരു എനർജി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കമൻറ്റുകളൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത തന്നെ വരുന്നത്. അതിരപ്പള്ളി തൊട്ട് മലക്കപ്പാറ വരെയുള്ള യാത്രയുടെ വീഡിയോ നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ നമ്മളതാണ് ചെയ്തത്. അതുകൊണ്ട് ഈ ഒരു കാട്ടുപോത്തിനെയും അതേപോലെ തന്നെ കാട്ടിൽ കണ്ട പലതരത്തിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് പോയിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ആ സ്റ്റേയുടെ ഇതിലേക്ക് വരാം. 2 ടൈപ്പ് റൂംസാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ആകെ 2 റൂംസേ ഉള്ളൂ. 2 ടൈപ്പ് റൂംസാണുള്ളത്. ഒന്ന് 6 പേർക്ക് കിടക്കാൻ പറ്റുന്ന ബെഡാണ്. 6 പേർക്ക് കിടക്കാൻ പറ്റുന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ബാച്ചിലേഴ്സൊക്കെ വരികയാണെങ്കിൽ 6 പേർക്കൊക്കെ ഈസി ആയിട്ട് കിടക്കാൻ പറ്റും. ചുറ്റിനും തേയിലത്തോട്ടമാണ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിലും തേയിലത്തോട്ടമാണ്. അതേപോലെ തന്നെ നമ്മൾ റൂമിനകത്തുനിന്ന് പുറത്തേക്ക് നോക്കുകയാണെങ്കിലും തേയിലത്തോട്ടമാണ്. വന്യമൃഗങ്ങളൊക്കെ ഒരുപാട് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു സ്പോട്ട് തന്നെയാണിത്. അപ്പോൾ ഇവിടെ 6 പേർക്ക് നമുക്ക് സുഖമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. സെക്കൻഡ് വൺ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പേർക്ക് കിടക്കാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണ്. ഇത് വന്നിട്ട് നമുക്കിപ്പം സിംഗിൾ കപ്പിൾസായിട്ട് വരുന്ന ആൾക്കാർക്കും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അതായത് 499 റുപ്പീസേ ഉള്ളൂ. ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഈ 4 പേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിക്ക് 499 രൂപയേ ഉള്ളൂ. അതിനും ഒരു ജനലിലൂടെ തേയിലത്തോട്ടത്തിൻ്റെ ഒരു മാസ്മരിക വ്യൂ തരുന്ന ഒരു പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കപ്പിൾസായിട്ട് വരികയാണെങ്കിലും ഈ ഒരു റൂം ബുക്ക് ചെയ്യാൻ പറ്റും. അച്ഛനും അമ്മയും കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ഒരു ഫാമിലിക്കായിരുന്നാലും സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും ഹോട്ടൽസോ വലിയ റിസോർട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഒരു ലൊക്കേഷനാണ്. ഏറ്റവും നിയറസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാൽപ്പാറയിലേക്കുള്ള ദൂരവും അതേപോലെ തന്നെ ഷോളയാർ ഡാമിൻ്റെ വ്യൂവും ഒക്കെ നിയറസ്റ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അതുകൂടാതെ തന്നെ 1 കിലോമീറ്ററിന് തിരിച്ച് വരുന്ന വഴിക്കാണെങ്കിൽ 1 കിലോമീറ്ററിനകത്ത് കാട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 1 കിലോമീറ്ററിനകത്ത് കാട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രാത്രി പുറത്തിറങ്ങി നടക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ചെല്ലുമ്പോഴത്തേക്ക് അത്ര സേഫ് ആയിരിക്കത്തില്ല. കാരണം പുലിയൊക്കെ ഉള്ള ഒരു കാടാണ്. അപ്പം നമുക്ക് രാവിലെ ആ ജനലിൽ കൂടെയൊക്കെ നമുക്ക് മൃഗങ്ങൾ വല്ലതും വരുന്നുണ്ടോ എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റേഷൻ തന്നെയാണ് അവർ ജനലും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. വലിയ എക്സ്പെക്റ്റേഷനോട് കൂടി നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് പോകരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണ്. 499 റുപ്പീസേ ഉള്ളൂ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
ഓക്കെ, അപ്പം നമ്മളിടുന്ന വീഡിയോസ് എല്ലാം ആദ്യം തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക.